ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഡോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിൽ വരുന്നൊരു കേക്കാണ്. 1.5 kg ആണ് കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് സിമ്പിളായിട്ടുള്ള ഫില്ലിങ്സ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ക്രീം, ഷുഗർ സിറപ്പ് ആക്കിയത്, വിപ്പിംഗ് ക്രീമിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ബീറ്റ് ചെയ്ത വിപ്പിംഗ് ക്രീമിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിരുന്നത് സ്ട്രോബെറി ക്രഷും മിൽക്ക് മെയ്ഡും കുറച്ച് ചോക്കോ ചിപ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ കേക്കായിരുന്നു. അല്ലെങ്കിലും നമുക്ക് കുറച്ച് ഓർഡേഴ്സ് വന്നത് ഇത്രയും ചില ഫ്രണ്ട്സുകളുടെ ഇടയിൽ നിന്നോ ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഓർഡറുകൾ വരിക. പിന്നെ നമ്മുടെ നെയ്ബേഴ്സ് ഒക്കെ ആയിട്ട് കുറച്ച് ഓർഡറുകൾ വരും. അങ്ങനെ ബേക്കിംഗ് ജേർണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്പഞ്ചിൻ്റെ അകത്തോട്ട് ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കേക്കിന്. അത് ഒത്തിരി ഫീഡ്ബാക്ക് എനിക്ക് ആ ഒരു മെത്തേഡിൽ ചെയ്യാൻ നേരം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എത്ര ഫില്ലിങ് കൊടുക്കാൻ പറ്റുമോ അതുപോലെ നമ്മൾ ബഡ്ജറ്റിൻ്റെ അനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. പിന്നെ നമ്മുടെ ഹോം ബേക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 1.5 കിലോത്തിൻ്റെ കേക്ക് കസ്റ്റമർ ഓർഡർ തന്നാലും ഒരു 1.25 2 കിലോ 1.25 കിലോത്തിൻ്റെ അടുത്ത് വെയിറ്റ് എങ്ങനെയും വരും. പക്ഷേ ഞാനതിന് സെപ്പറേറ്റ് പേയ്മെൻ്റൊന്നും കസ്റ്റമറോട് മേടിക്കാറില്ല. നമ്മളെപ്പോലെ തന്നെ അവർക്കൊരു സന്തോഷം വേണ്ടേ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ബാബി കേക്കിൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈൻ വരാനായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കിയെടുക്കാം. പക്ഷേ അത് കുറേ കേക്കും നമുക്ക് വേസ്റ്റായി പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ കേക്കിൻ്റെ മോൾഡിൽ തന്നെയാണ് ശരിയാക്കിയത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ആ ഒരു വേസ്റ്റ് കളയാനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഒരു 3/4 മണിക്കൂറോളം ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഡിസൈനിങ് നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കേക്കിന് മുകളിലേക്ക് വരുന്തോറും കേക്കിൻ്റെ ഹൈറ്റ് കൂട്ടി വരുന്നത് കൊണ്ട് തന്നെ അത് ഊർന്നു പോയി കേക്ക് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കേക്ക് ഒരുവിധം ഫിനിഷിങ് ചെയ്ത കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നോസിലൊന്നുമില്ലാതെ ചുമ്മാ ഇതുപോണം ഒരു ഡ്രസ്സിൻ്റെ ഞൊറിവ് വരാൻ പാകത്തിനുള്ള ആ ഒരു മോഡൽ ഡിസൈനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പർപ്പിൾ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കസ്റ്റമർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഡ്രസ്സ് നല്ല ഫ്ലെയറായിട്ട് കിട്ടുന്ന രീതിയിൽ ക്രീം വെച്ച് സെറ്റ് ചെയ്തിട്ട് പർപ്പിൾ ഷെയ്ഡ് ക്രീം എടുത്തിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ട് നമ്മൾ ഡോട്ട് ഇട്ട് ഡിസൈൻ ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ്, എന്നാൽ കൂടി നല്ല എലഗൻറ്റ് ലുക്ക് നമുക്ക് ഈ ഒരു ഡിസൈനിലൂടെ കിട്ടും. ഈ ഒരു കേക്ക് കസ്റ്റമറിന് ഒത്തിരി ഇഷ്ടമായെന്ന് റിവ്യൂ തന്നിരുന്നു. എനിക്കും പേഴ്സണലി നമുക്ക് ഇഷ്ടം തോന്നുമായിരുന്നു ഈ കേക്ക് കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഷെയറും തന്നെ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഓക്കെ, ബൈ.